നമ്മളെ യാത്ര ഇവിടെ തുടങ്ങാണ്. അയ്യോ അവിടെ ചേച്ചിന്റെ കൂടെ കുട്ടിയുണ്ട്. അയ്യോ പയറേ കൊടുക്ക് കൊടുക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിടെയാണ് പോകുന്നത്? അങ്ങനെതാ 12th നൈറ്റ് 10 മണിക്ക് നമ്മളുടെ ട്രിപ്പ് കോഴിക്കോട് അഴകൊടി അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ അമലാണ് നമ്മുടെ ഡ്രൈവർ. അമൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, നമ്മുടെ എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ടാണ്. നമ്മുടെ കൂമൻ ഹോളിഡേയ്സിൻ്റെ ട്രാവലറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ട്രിപ്പ് പോകണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ വണ്ടി ചൂസ് ചെയ്യണം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കാം. 10 മണിയായിരുന്നു എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന സമയം. എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ എത്തിയതുകൊണ്ട് നമുക്ക് ആരെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടാൻ പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാനാണ് ഏറ്റവും പുറകിലിരുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുമ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് ഒറ്റയ്ക്കൊരു സീറ്റ് കിട്ടിയാൽ ഞാൻ അവിടെ ഇരുന്നോളൂ, നോ പ്രോബ്ലം. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള സിക്നസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ബാക്ക് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പാട്ടും ഡാൻസും വൈബ് തന്നെയായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. 1 മണി 2 മണി വരെ നമ്മൾ 10 മണി തൊട്ട് 1 മണി 2 മണി വരെ എങ്ങാണ്ട് നമ്മളെ ഡാൻസ് ഓൺ ഗോയിങ് ആയിരുന്നു വണ്ടീൻ്റെ അകത്ത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് പഴനിയിലേക്കാണ്. അപ്പോൾ പഴനി കയറിയതിന് ശേഷം അവിടുന്ന് പിന്നെ കൊടൈക്കനാലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം 12th നൈറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയത് ഒരു 5 മണി ആ ഒരു സമയത്താണ് നമ്മൾ പഴനി റീച്ചായത്. അപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ റൂം എടുത്ത് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ ആ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് പഴനിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ദെൻ നമ്മൾ കൊടൈക്കനാലിലേക്ക് പിന്നെ യാത്ര പോയത്. ഈ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിപ്പ് പോകുന്നത്. കാരണം ഞാൻ അധികവും അബിയുടെ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ വൈഫുമാരുടെ കൂടെയൊക്കെയാണ് ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരുടെ വൈഫുമാരും ഹസ്ബൻഡും ഒക്കെയാണ്. അപ്പം ഇവരുടെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിവേ നല്ല അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സ് അങ്ങനെ ഇതെല്ലാം എന്നല്ല, എല്ലാവരും ഓരോരുത്തരും ഓരോന്നിൻ്റെ ഇതിനനുസരിച്ച് മെച്ചപ്പെട്ടവരാണ്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണല്ലോ. അപ്പം 2 ഈക്വൽ ആയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നാട്ടിലത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ ഭാര്യമാരാണെങ്കിലും ഇവരാണെങ്കിലും. ഇപ്പോൾ ഞാൻ കൂടുതൽ അടുത്തു ഇവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അറിയാൻ പറ്റും ആൾക്കാരുടെ ഒരു ഇത്. എന്തായാലും നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നതാണ് ട്രിപ്പ്. കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം മലപ്പുറമൊക്കെ കഴിഞ്ഞ സമയത്ത്, ബോർഡറൊക്കെ കഴിഞ്ഞ ആ ടൈമിലായിരുന്നു. അബേട്ടാ അങ്ങനത്തെ വീട് മൊത്തം അറിയാം. എത്ര പൈസ കൊടുത്താണ്? പൈസ കൊടുത്താണ് കൊടുത്തത്? 4 രൂപയും കൊടുത്തിട്ടാ. പഴയ സാധനം നോക്കി വാങ്ങാൻ അതാണ്. നേരെ ബാക്കടിച്ച് ഫുട്ബോൾ കളിക്കും. അത് കഴിഞ്ഞ് കൊടുക്ക്.
കേട്ടോ, കാല് ഞാൻ എടുത്തതാ. എന്താ പയറായിരുന്നു കളിക്കുന്നത്? വയറ് കയറ്റി വന്നിട്ട് അതിന് എനർജി വേണം ഗൈസ്, എനർജി. അവിടെ ഇങ്ങനെ കുത്തിരുന്നോളി. വീഡിയോ എടുക്കാനാണോ? പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കുറേയധികം കാഴ്ചകൾ പുറത്ത് കാണാനുണ്ടായിരുന്നു. പിന്നെ ചുരം കയറുന്നതിനനുസരിച്ച് നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കൊടൈക്കനാലിലേക്കുള്ള എൻട്രീൻ്റെ സമയത്ത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറയാറുണ്ട്. പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കെട്ടിയോളും മാങ്ങ തിന്ന് നടക്കുക. ചക്കു കഴിഞ്ഞോടാ, ചക്കു മാങ്ങ വേണം ഗൈസ്, മാങ്ങ വേണോ? പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ആ വാട്ടർഫാളിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോയത്. നമ്മൾ പഴനിയിൽ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന റൂട്ടിലുള്ള വാട്ടർഫാളാണിത് കേട്ടോ. അപ്പം അവിടെ നിന്ന് സ്റ്റിൽസൊക്കെ എടുത്തു. ഒന്നുമില്ല പറയാൻ. എന്താ പറയുന്നത്? ഇങ്ങോട്ട് ഇത് എന്താ പറയാ, മധുരിത് ആഘോഷിക്കാൻ കൊടൈക്കനാലിൽ വന്ന നമ്മുടെ അശ്വതി ആകാശ് കമൽ മിഥുനൻ സ്റ്റൈലാണ് എല്ലാരെയും കൂട്ടിയിട്ടാണ് ഹണിമൂൺ ആഘോഷിക്കാൻ ബാച്ചിലേഴ്സിനാണ് നിങ്ങൾ ഹണിമൂണിന് കൊണ്ടുവന്നത്. അതെ, അതാണ് ഞങ്ങളുടെ വിജയം. പക്ഷെ ഒന്നും ഒഫീഷ്യലി ആയില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഹണിമൂൺ, ഞങ്ങളെ ഹണിമൂൺ ആണെങ്കിലും വേറെ പലതുമാണ് കണ്ടോണ്ടിരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല, പറ്റുന്നില്ല. ചക്കരന്റെ അഭിഷേക് ഭയങ്കര പൈസക്കാരനാന്ന് തോന്നുന്നുണ്ടല്ലോ. അഭിഷേക്, ഇതൊക്കെ ഞാൻ ബഡ്ജറ്റിൽ ആഡ് ചെയ്ത് വരും. ഹായ്. ഓ, മെല്ലെ തിന്നാ ബി. പിന്നെ എന്റെ പെർമിഷൻ വേണം എനിക്കിടാൻ. ഡിസ്ലൈക്ക് ചെയ്യുന്ന എനിക്ക് താടോ. ഓ, എന്താ അവസ്ഥ? കാലിന്റെ അടിയിൽ പോലീസാണ്.
ഫൈനലി നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റിസോർട്ടിൽ, വേറെ ഗസ്റ്റ് ഒന്നുമില്ല. നമുക്ക് വേണ്ടി മാത്രമായിട്ട് തന്നേക്കുന്ന റിസോർട്ടാണ്. പിന്നെ നമുക്ക് ക്യാമ്പ് ഫയർ രാത്രി സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാട്ട് ഒക്കെ ഉണ്ട്. അപ്പം അടുത്ത വ്ളോഗിൽ അതുമായിട്ട് ഞാൻ വരുന്നതാണ്.